പ്രജിൻ സി കണ്ണൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രജിൻ, അങ്ങനെ വലിയ ഭൂരിപക്ഷം UDF-ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് 957 ശേഷമുള്ള വലിയ ഭൂരിപക്ഷം, കോൺഗ്രസിന് മണ്ഡലത്തിൽ ലഭിക്കുന്ന ഭൂരിപക്ഷം, അതിന്റെ ആവേശം അവിടെ പ്രകടമാണല്ലോ പ്രജിൻ. തീർച്ചയായിട്ടും ഉന്മേഷ്, ഞാനിപ്പോൾ ഉള്ളത് വിക്ടോറിയ കോളേജിന്റെ മുന്നിൽ നിന്നാണ്. ഇവിടെ നിന്നും വലിയ ആവേശത്തിൽ, വലിയ ആരവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും വഹിച്ചുകൊണ്ടുള്ള റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട്. ഒരു പ്രവർത്തകരുടെ ഒരു വലിയ കടൽ തന്നെ ഇവിടെ ഉണ്ട് എന്നത് നിസ്സംശയം പറയാം. സുമിത്ത്, നമുക്കിതാ ഈ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുക പ്രേക്ഷകർക്ക്. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ, UDF-ലെ വിവിധ കക്ഷികളുടെ നേതാക്കളും പ്രവർത്തകരും എല്ലാം ഒന്നടങ്കം ഇപ്പോൾ ഈ വിക്ടോറിയ കോളേജിന് മുൻപിലെ ഈ റോഡിനെ ഒരു ഉത്സവ സമാനം എന്നോണം മാറ്റിയിരിക്കുന്നു. വലിയ ആവേശം അണികൾക്കിടയിൽ. DJ ഉണ്ട്, ഒപ്പം ചെണ്ടമേളമുണ്ട്, പടക്കം അതിങ്ങനെ തുടരെ പൊട്ടിക്കൊണ്ടേയിരിക്കുന്നു ഈ നഗരവീഥികളിൽ എമ്പാടും. അങ്ങനെ വലിയ ആവേശം നിറച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ റോഡ് ഷോ ഇതാ നീങ്ങുകയാണ്. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഈ വാഹനത്തിലുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. അവരുടെ അൻവർ സാദത്ത് MLA ഉണ്ട്, ഒപ്പം സന്തത സഹചാരിയായ ഷാഫി പറമ്പിൽ MP ഉണ്ട്, VK ശ്രീകണ്ഠൻ MP ഉണ്ട്, ഒപ്പം അൻവർ സാദത്തുണ്ട്, PC വിശ്വനാഥ് ഉണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ യുവജന വിഭാഗത്തിലെ എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിൽ പണിനിരക്കുന്നു. ഒപ്പം മുതിർന്ന നേതാക്കൾ നേതൃത്വം നൽകുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെയും വഹിച്ചുകൊണ്ടുള്ള ഈ റോഡ് ഷോ അതിങ്ങനെ മുൻപോട്ട് പോവുകയാണ്. ഈ റോഡിന് ഇരുവശവും നിന്ന് നിരവധി ആളുകൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. പാർട്ടി പ്രവർത്തകർ, ഒപ്പം UDF-ന്റെ പ്രവർത്തകർ. അങ്ങനെ വലിയ ആഘോഷമായി, ആവേശമായി ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച പാലക്കാടിനെ മൊത്തത്തിലിളക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഈ നഗരസഭാ പരിധിയിൽ ഇത്രയും വലിയ ഭൂരിപക്ഷമുണ്ടാക്കിയ ആ ആഹ്ലാദം അത് മറച്ചുവെക്കുന്നില്ല UDF പ്രവർത്തകർ. വലിയ ആവേശത്തിൽ മുൻപോട്ട് നീങ്ങുന്നു. ഞാൻ തൊട്ട് പിന്നിൽ, അതായത് എനിക്ക് തൊട്ട് മുന്നിലുള്ള വാഹനത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ വഹിച്ച് ഈ റോഡ് ഷോ മുൻപോട്ട് പോകുന്നത്. ഓരോ ജംഗ്ഷനിലേക്ക് എത്തുമ്പോഴും പ്രവർത്തകരുടെ വലിയ ആവേശം നമുക്ക് കാണാം. പല വർണ്ണങ്ങളിലുള്ള പെപ്പറുകൾ മുകളിലേക്ക് വെടിയുതിർത്തുകൊണ്ടാണ് ഈ റോഡ് ഷോ മുന്നോട്ട് നീങ്ങുന്നത്. ശരിക്കും പാലക്കാടിന്റെ നഗരത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന, നമ്മുടെ നെഞ്ച് കിട്ടുങ്ങുമാറ് ഉച്ചത്തിൽ സംഗീതം പൊഴിച്ചുകൊണ്ട് ഓരോരോ അടിവെച്ചതാ ഈ റോഡ് ഷോ മുന്നോട്ട് പോവുകയാണ്. ചരിത്ര വിജയം സമ്മാനിച്ച പാലക്കാടിലെ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് UDF-ന്റെ റോഡ് ഷോ മുന്നോട്ട് പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഒപ്പം NDA-ക്ക് ശക്തമായ മറുപടി കൊടുക്കാനും സാധിച്ചു എന്നതിലെ അഭിമാനവും ആഹ്ലാദവും മറച്ചു വെക്കുന്നില്ല UDF പ്രവർത്തകർ. ദൃശ്യങ്ങളിലേക്ക് പ്രജിൻ സി കണ്ണനാണ് ഇപ്പോൾ പാലക്കാട് നിന്ന് വിക്ടോറിയ കോളേജിന് മുൻപിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഇത് UDF-ന്റെ വിജയാഹ്ലാദ പ്രകടനമാണ്. തുറന്ന വാഹനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടിപ്പോൾ ആ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുന്നു. റോഡിനിരുഭാഗത്തും പ്രവർത്തകർ തിങ്ങിയാർക്കുന്നുണ്ട്. അവരുടെ ആർപ്പുവിളികൾക്കിടയിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയാഹ്ലാദ പ്രകടനം ഇപ്പോൾ പാലക്കാടൻ നഗരത്തിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വിക്ടോറിയ കോളേജിന് മുൻപിൽ നിന്ന് ആ വിജയാഘോഷ യാത്ര ഇപ്പോൾ റോഡ് ഷോയായി നഗരഹൃദയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ നോക്കൂ. എത്ര പ്രവർത്തകർ ഇതിനോടകം തന്നെ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ റോഡ് നിറഞ്ഞൊഴുകുകയാണ്. UDF-ന്റെ റോഡ് ഷോ, കോൺഗ്രസിന്റെ കൊടികൾ, ലീഗിന്റെ കൊടികൾ ഒക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ വലിയ ആഹ്ലാദ പ്രകടനമായി, വലിയ ആൾക്കൂട്ടമായി അതിപ്പോൾ പാലക്കാടിന്റെ നഗരഹൃദയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ചരിത്ര ഭൂരിപക്ഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ആ മണ്ഡലത്തിൽ ഉണ്ടായത്. അതിൻ്റെ ആഹ്ലാദം അവർ മറച്ചുവെക്കുന്നില്ല. വോട്ടേഴ്സിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം രാഷ്ട്രീയമായി ഉണ്ടായ വിജയമാണ് അതെന്ന് പറയുന്നു. നഗരസഭയിൽ BJP-യുടെ ശക്തി കേന്ദ്രങ്ങളിൽ കൂടി കടന്നു കയറിയാണ് ആ വിജയം UDF സ്വന്തമാക്കിയത് എന്നതുകൊണ്ട് തന്നെ അതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകും എന്ന് UDF നേതാക്കൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. പ്രജിൻ സി കണ്ണൻ വീണ്ടും ചേരുന്നുണ്ട്. പ്രജിൻ, അപ്പോൾ ആ റോഡ് നിറഞ്ഞ് കവിഞ്ഞ് അങ്ങ് ഒഴുകുകയാണ് UDF-ന്റെ പ്രകടനം. പ്രജിൻ, വലിയ ആവേശത്തിൽ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. നിലവിൽ വിക്ടോറിയ കോളേജിൽ നിന്നും കടന്ന് അതിപ്പോൾ പണ്ഡിറ്റ് മോത്തിലാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നിലേക്കാണ്. ഇവിടെ വലിയ ആവേശം വിതറിക്കൊണ്ട് റോഡ് ഷോ കടന്നു വരുമ്പോൾ ഈ റോഡിന്റെ ഇരുവശത്തു നിന്നും
പ്രവർത്തകർ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ വാഹനത്തിൽ പ്രജിൻ സി കണ്ണനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് UDFന്റെ വൻ വിജയാഹ്ലാദ പ്രകടനം അത് വിക്ടോറിയ കോളേജിന് മുന്നിൽ നിന്ന് ആരംഭിച്ചതാണ്. നഗരഹൃദയത്തിലേക്ക് അത് എത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ ആൾക്കൂട്ടം ഇപ്പോൾ ആകാശ ദൃശ്യങ്ങളിൽ കാണാം. UDFന്റെ പ്രവർത്തകർ ആ വിജയത്തിൽ അവർ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ആ തുറന്ന വാഹനത്തിന്റെ ചുറ്റിലുമായി അണിനിരക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ കാണാം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തൊട്ടടുത്ത് പാലക്കാടിൻ്റെ MP VK ശ്രീകണ്ഠനുണ്ട്. തൊട്ടടുത്ത് തന്നെ ഷാഫി പറമ്പലിന്റെ ദൃശ്യങ്ങളിൽ കാണാം. സന്ദീപ് വാര്യനുണ്ട്. N ഷംസുദ്ദീൻ മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ ഉണ്ട്. ആലുവ MLA അൻവർ സാദത്തുണ്ട്. PC വിശ്വനാഥ് MLA ഉണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ വിജയത്തിന്റെ ഭാഗമാകുന്നു. ഒപ്പം സന്ദീപ് വാര്യനും വലിയ ആഹ്ലാദമാണ് അവിടെ. UDF പ്രവർത്തകർക്ക് ആ വാഹനം പതുക്കെ നീങ്ങുകയാണ്. PK ഫിറോസും ആ ദൃശ്യങ്ങളിലുണ്ട്. അവരൊക്കെ അവിടെ പഞ്ചായത്തുകളുടെ അടക്കം ചുമതല ഏറ്റെടുത്തുകൊണ്ട് നാളുകളായി തന്നെ ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച നേതാക്കളാണ്. അവിടെ പ്രചാരണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തിന്റെ വിജയമുണ്ടാകും എന്നീ നേതാക്കൾ പറഞ്ഞിരുന്നു. ഭൂരിപക്ഷം 10,000 കടക്കും എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് എന്നതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് അവർ നടത്തിയ അഭിപ്രായ പ്രകടനം നടത്തിയതാണ്. വലിയ ഭൂരിപക്ഷത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കോൺഗ്രസിന് ആ മണ്ഡലത്തിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ വലിയ വിജയാഹ്ലാദ പ്രകടനം അതിൻ്റെ ഭാഗമായി നേതാക്കളൊക്കെ അണിനിരക്കുന്നുണ്ട്. പ്രവർത്തകർ അവർക്ക് ചുറ്റുമുണ്ട്. കൊഴുതോരണങ്ങളുമായി പാർട്ടി കൊടികളുമായി പ്രവർത്തകർ ഇപ്പോൾ ആ തുറന്ന വാഹനത്തിന് ഇരുവശവുമായി അണിനിരക്കുന്നുണ്ട്. പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മധുരം വിതരണം ചെയ്തുകൊണ്ട് നേരത്തെ കേക്കൊക്കെ മുറിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ പ്രവർത്തകർക്കിടയിലൂടെ ആ തുറന്ന വാഹനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലും നേതാക്കളും ഇപ്പോൾ പാലക്കാട് നഗരഹൃദയത്തിലേക്ക് പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. തിക്കിത്തിരക്കി പ്രവർത്തകർ അവർക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ റോഡ് നിറഞ്ഞു കവിഞ്ഞ് പ്രവർത്തകർ ഇപ്പോൾ ആ പ്രകടനത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. വലിയ ആവേശം എവിടെയും പ്രകടമാണ്. ദിവസങ്ങൾ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം, അവിടെ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ മാറി മാറി വന്നത് നമ്മൾ കണ്ടതാണ്. പ്രചാരണ ഘട്ടത്തിൽ നീലപ്പെട്ടി വിവാദമടക്കം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ 1-2 ദിവസം മാത്രം തങ്ങി നിൽക്കുന്ന വിവാദമായിട്ട് മാറുകയാണ് ചെയ്തത്. ഈ വോട്ടെടുപ്പിന് തലേദിവസം LDF നൽകിയൊരു പത്രപരസ്യം പോലും വലിയ വിവാദമാവുകയുണ്ടായി. അതൊക്കെ ഒരു ചലനം ഉണ്ടാക്കാൻ പോകുന്നില്ല മണ്ഡലത്തിൽ നിന്ന് UDF നേതാക്കൾ പറഞ്ഞിരുന്നു. വർഗീയ അജണ്ട മുന്നോട്ട് വയ്ക്കുകയാണ് CPIM. BJPയെ സഹായിക്കാനാണ് അവരുടെ ഈ നീക്കം എന്നടക്കമുള്ള വിമർശനങ്ങളൊക്കെ UDF ക്യാമ്പ് മുന്നോട്ട് വെച്ചിരുന്നു. ആ പരസ്യമൊന്നും ഒരു ചലനവും ഉണ്ടാക്കിയില്ല. ആ മണ്ഡലത്തിൽ നിന്നിപ്പോൾ ഈ വിജയം കൈവരിച്ചു കഴിഞ്ഞപ്പോൾ UDF നേതാക്കൾ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ വിജയം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വന്തമായിരിക്കുന്നു. ചരിത്ര വിജയം സ്വന്തമാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പതുക്കെ മുന്നോട്ട് നീങ്ങുകയാണ്. ആ റോഡ് ഷോയിൽ 100 കണക്കിന് UDF പ്രവർത്തകർ അണിനിരക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെയും UDFിൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ അതിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. വലിയ രാഷ്ട്രീയ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു പാലക്കാട് മണ്ഡലത്തിൽ. കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ